ഇപ്പോൾ വരാം. വീണ്ടും ഖത്തറിൽ ആക്രമണം നടക്കുന്നുവെന്ന വിവരമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ദോഹയിൽ പലയിടത്തായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഒരു ഇടവേള അക്കാര്യത്തിൽ ഇറാൻ എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. GCC-യിലെ രാജ്യങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം അവരിപ്പോഴും തുടരുകയാണ്. അവിടെ അമേരിക്കൻ ബേസുകളുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന നിലപാടിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുന്നില്ല. ഏറ്റവും വലിയ ബേസുകളുള്ള രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സാന്നിധ്യമുള്ള രാജ്യങ്ങളാണ് ഖത്തറും ബഹ്റൈനും ഒക്കെ. അവിടേക്കുള്ള ആക്രമണം തുടരുകയാണ്. ദോഹയിൽ വീണ്ടും ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യമുള്ളത്, എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഇറാന്റെ മിസൈലുകളെ GCC രാജ്യങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട മിസൈൽ എല്ലാം, അല്ലെ ഈ ആക്രമണങ്ങളെല്ലാം എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കുള്ള കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ അപകടങ്ങൾ കാണുന്നില്ല. പലപ്പോഴും ഈ ഇന്റർസെപ്റ്റ് ചെയ്ത മിസൈലിന്റെ ഭാഗങ്ങൾ താഴെ വീണുണ്ടാകുന്ന തീപിടുത്തത്തിലും മറ്റുമൊക്കെയാണ് അവിടെ അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇറാൻ നേരത്തെ സുഹൈൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇറാൻ പൂർണ്ണ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അവരുടെ ശേഷി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് GCC ആക്രമിക്കുക എന്നതിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണവും ഒപ്പം GCC-യിൽ നടത്തുന്ന ആക്രമണവും നാം രണ്ടായി കാണണം. ഇസ്രായേലിൽ അവിടെ നടത്തിയ ആക്രമണത്തിൽ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിലാണ് വലിയ വിനാശം ഇസ്രായേലിൽ ഉണ്ടായത്. ആ ബോംബുകൾ, ആ മിസൈലുകൾ GCC-ക്ക് നേരെ പ്രയോഗിച്ചിട്ടില്ല എന്നത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ GCC-യിലെ അമേരിക്കൻ മേഖലകൾ ആക്രമിച്ചുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുക എന്നതായിരിക്കണം സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നുണ്ടാവുക ഇറാൻ. കാരണം ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ഇപ്പോൾ ഈ ദോഹയിലും ബഹ്റൈനിലും UAE-യിലും ഒക്കെ വന്ന് വീഴുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഈ രാജ്യങ്ങൾക്ക്, അതത് അറബ് രാജ്യങ്ങൾ കഴിയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ മിസൈൽ ഇന്റർസെപ്ഷൻ സംവിധാനമുള്ള ഇസ്രായേൽ ബങ്കർ ബസ്റ്ററുകൾ പോയി വീഴുകയും ആളുകൾ കൊല്ലപ്പെടുകയും വലിയ വിനാശമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ GCC-യുടെ കാര്യത്തിൽ വളരെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു താളം എടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഒരു ആഞ്ഞാക്രമണം ഇപ്പോൾ വേണ്ടതില്ല, ഒരു പൂർണ്ണ ശത്രുതയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല, കൂടുതൽ കാഷ്വാലിറ്റി ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കേണ്ടതില്ല. മറിച്ച് ഗൾഫ് രാജ്യങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സമ്മർദ്ദ ശക്തിയാക്കി സൃഷ്ടിച്ച് നിലനിർത്തുക എന്നതിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. വീണ്ടും ദോഹയിൽ ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നിലയ്ക്കും ആ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൈൽ, അപ്പോൾ എന്തായിരിക്കും, അതായത് വിദേശ മന്ത്രിമാരുടെ സംയുക്ത യോഗം പ്രത്യാക്രമണത്തിനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് GCC രാജ്യങ്ങൾ കൂടി ആക്രമിച്ചാൽ കൂടുതലായൊന്നും സംഭവിക്കാനില്ല. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായ ഇസ്രായേലും അമേരിക്കയും കൂടി അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇനി UAE കൂടെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അധികമായ ഭയപ്പാടിൻ്റെ കാര്യം ഉണ്ടാവേണ്ടതില്ല തോന്നുന്നു. അവരെ ഈ ആക്രമണം എന്ന് പറയുന്നത് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ? അത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി വികസിച്ചു വലുതായി ഈ യുദ്ധത്തെ തടയും എന്നാണോ ഇറാൻ കണക്കുകൂട്ടുന്നുണ്ടാവുക? തീർച്ചയായും ഇപ്പോൾ ദോഹയിലും കുവൈത്തിലുമെല്ലാം വീണ്ടും ആക്രമണം നടന്നിരിക്കുകയാണ്. ദോഹയിൽ അൽ ജസീറ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഖത്തറിന്റെ ക്യാപിറ്റലിൽ ഹാഫ് എ ഡസൻ ലൗഡ് ബാങ്സ്, 6ഓളം വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായിട്ടുള്ളത്. 6 സ്ഫോടനങ്ങളാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഉദയ് താവളമുള്ളത് ദോഹയിലാണ്. ആ താവളത്തിന് നേരെയാണോ ഈ ആക്രമണം ഉണ്ടായത്, അതല്ല മറ്റു ജനവാസ മേഖലയിലാണോ എന്നൊക്കെ അറിയാൻ ഇനിയും സമയമെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിർത്താൻ ഇറാൻ തയ്യാറല്ല എന്ന് തെളിയിക്കുകയാണ്. 3ാമത്തെ ദിവസവും ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം വരികയാണ്. ഇത് ഒരുപക്ഷെ ഖത്തറിലേക്ക് വന്ന ഏറ്റവും വലിയ ആക്രമണമായി ഇതിനെ കാണേണ്ടി വരും. 6 സ്ഫോടനങ്ങൾ ഒന്നിച്ച് ദുബായിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ കുവൈത്തിനെ കുറിച്ചുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ദുബായിലുണ്ടാകുന്നു, ദോഹയിലുണ്ടാകുന്നു, കുവൈത്തിലുണ്ടാകുന്നു, ഈ മേഖലയിൽ പ്രധാനപ്പെട്ട ബഹ്റൈനിലുണ്ടാകുന്നു. ഇങ്ങനെ ഈ 4 രാജ്യങ്ങളെയും, ഇറാനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് ഈ 4 രാജ്യങ്ങളും. ഇവിടേക്ക് ഒരു മയവുമില്ലാതെ ആക്രമിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും വെടിനിർത്തലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ ഇപ്പോൾ തയ്യാറല്ല എന്നുകൂടിയാണ്. നെഗോഷിയേഷൻ ഒരു അവസരമല്ല ഇത് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഏതെങ്കിലും അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രസ്താവന, ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ഇറാൻ എന്ന ആ വാദത്തെ തള്ളുക കൂടിയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. അങ്ങനെ